ഒരു സുജയ പറഞ്ഞതിന് അതൊരു കാര്യം വിട്ടുപോയത്. യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് യൂത്ത് കെയർ ഭയങ്കരമായിരുന്നു കേട്ടോ. യൂത്ത് കെയർ രാഹുൽ മാങ്കൂട്ടലും ഷാഫി പറമ്പിലൊക്കെ ഇറങ്ങി വർക്ക് ചെയ്യുന്നത്. കാരണം അന്ന് രാവിലെ തുടങ്ങി ദുരന്തം ഉണ്ടായി, അന്ന് രാവിലെ തുടങ്ങി രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ അവിടെയുണ്ട്. ഞാൻ ഒരു 10-15 പ്രാവശ്യമെങ്കിലും സംസാരിച്ചിട്ടുണ്ടാവും രാഹുൽ. കാരണം അത്ര മേലെ തുടങ്ങി ഏറ്റവും ടോപ്പിൽ പുഞ്ചിരിമട്ടം ഭാഗങ്ങളൊക്കെ യൂത്ത് കെയർ ആയിരുന്നു മുഴുവൻ. വൈറ്റ് വിഷയത്തൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് ചാലിയാർ പുഴയുടെ കുറുകെ ഈ DYFI പ്രവർത്തകരും SDP-ക്കാരും യൂത്ത് കെയറിൻ്റെ പ്രവർത്തകരും ഒക്കെ കൂടി അവർ നടത്തിയ സാഹസികമായിട്ടുള്ള രക്ഷാപ്രവർത്തനം ഉണ്ടല്ലോ, എത്ര പറഞ്ഞാലും നമ്മൾക്ക് അവരെ അഭിനന്ദിച്ചാലും മതിയാവില്ല. അവരുടെ മുണ്ടഴിച്ച് മൃതശരീരം അതിൽ കെട്ടി തോളത്ത് ചുമന്നുകൊണ്ടുവരുന്ന ആളുകളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കേരളം വിട്ടാൽ ഇങ്ങനൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുമെന്നറിയില്ല. രണ്ടാമത്തെ കാഴ്ച എവിടെയെന്നറിയോ? മുണ്ടക്കയിൽ ആ വലിയ ദുഷ്കരമായിട്ടിരിക്കുന്ന രാത്രി സമയത്ത് കലങ്കിൻ്റെ അടിയിലേക്ക് DYFI പ്രവർത്തകർ നുഴന്നു പോവുകയാണ്. എന്നിട്ട് ആർമി സംഘങ്ങളൊക്കെ പുറത്തുണ്ട്. ഈ പ്രവർത്തകരാണ് അവിടെ പോയി ആ ഭാഗത്ത് മനുഷ്യ ശരീരമുണ്ടോ എന്ന് തപ്പി നോക്കുകയാണ്. ഞാൻ നോക്കുമ്പോണ്ടല്ലോ ഗ്ലൗ ഇട്ടിട്ട് ആ പാറക്കൂട്ടത്തിൽ ഈ കലങ്ങിൻ്റെ അടിയിലേക്ക് കൈയെടുത്ത് ഓരോന്ന് സാധനങ്ങൾ മാറ്റി വലിയ പാറക്കല്ലുകൾ എടുത്ത് മാറ്റി വയ്ക്കുക. അവിടെ ഒന്നും കിട്ടിയില്ല. പക്ഷേ 1.5 മണിക്കൂർ നേരം ഒരു 4 DYFI പ്രവർത്തകർ അതിൻ്റെ ആ കലങ്ങിൻ്റെ അടിയിൽ നിന്ന് പ്രവർത്തിക്കുകയാണ്. ഒറ്റ കാര്യം കൂടെ പറയാൻ, നമ്മുടെ ഈ വയനാടിൻ്റെ കാര്യം പറയുമ്പോഴേ നമ്മൾ ഈ താഴേക്ക് ഇതിനെ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നിലമ്പൂർ MLA ഉണ്ടല്ലോ, PV അൻവർ ചെയ്ത ഒരു കാര്യമുണ്ട്. അന്ന് രാവിലെ തുടങ്ങിയിട്ടുണ്ട്. അന്ന് രാവിലെ നമ്മൾ വയനാട്ടിൽ ഈ മേപ്പാടി നിൽക്കുന്നത് കൊണ്ടാണ് നമുക്കത് മനസ്സിലാവാതെ പോയത്. പോത്തിയിൽ ഭാഗത്ത് അദ്ദേഹം എടുത്ത ഒരു എഫേർട്ട് ഉണ്ടല്ലോ വളരെ വലുതാണ്. കാരണം അവിടുത്തെ സംവിധാനങ്ങളെ മുഴുവൻ ക്രോഡീകരിച്ച് 160 മൃതദേഹമാണ് ആംബുലൻസിൽ പുറകെ വയനാട്ടിലേക്ക് എത്തിയത്. ഇവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കിട്ടിയതിനേക്കാൾ കൂടുതൽ എത്ര വലിയ തെരച്ചിലാണ് നടത്തുന്നത്. കാരണം ഞാൻ ഒരു ഫോട്ടോ ഉണ്ട്. ആരെന്നറിയോ? നമ്മുടെ DYFIൻ്റെ ജില്ലാ സെക്രട്ടറി മൃതദേഹം ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ഫോട്ടോയുണ്ട്. ഇത് 16 കിലോമീറ്റർ ഉള്ളിൽ വനത്തിൽ നിന്നാണ് ചോദിച്ചുകൊണ്ട് വരുന്നത്. തോളിൽ കെട്ടി ഒരു വടം കെട്ടി അതിന് മേലെ ചോദിച്ചുകൊണ്ട് വരികയാണ്. അപ്പം ഈ നിലമ്പൂർ ഭാഗത്ത് നടത്തിയ ഈ സാമൂഹ്യ പ്രവർത്തകരുണ്ടല്ലോ, അത് വലിയ ഒരു സന്ദേശമാണ് ജനങ്ങൾക്ക് കൊടുത്തത്. കാരണം അവരുടെ നാട്ടിലല്ല, അത് വയനാട്ടിൽ നടക്കുന്ന ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി ജനങ്ങൾ മുഴുവൻ നിലമ്പൂർ കാടുകൾ കയറി എന്നുള്ളതാണ്. അപ്പം അന്ന് രാവിലെ എനിക്ക് തോന്നുന്നു ഒരു 8 മണി 9 മണിക്ക് 7 മണിക്കൊക്കെ സമയത്താണ് ഈ മെസ്സേജുകൾ വരുന്നത്, നിലമ്പൂരിൽ നിന്നും ബോഡി കിട്ടിയെന്ന് പറയുന്നത്. അപ്പം കാട് കയറിയ ആൾക്കാരാണ് നിലമ്പൂരിലുള്ളതെന്ന് ഓർക്കണം. അതിൻ്റെ നേതൃത്വം വഹിച്ച PV അൻവറെ ഒന്നും അഭിനന്ദിക്കാതെ വിടാൻ പറ്റില്ല. വളരെ ശ്ലാഘനീയമായ കാര്യങ്ങളാണ് അദ്ദേഹം. Meet the editors.